ഹായ് ഓൾ, ഇതൊരു പ്രോബ്ലം സോൾവിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റിൻ്റെ ലെങ്ത് കണ്ടിട്ട് ആരും കൺഫ്യൂഷൻ ആണെന്നോ ടഫാണെന്നോ വിചാരിക്കേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയാണ് നമ്മളത് സോൾവ് ചെയ്യുന്നത്. എ സം ഓഫ് മണി ഈസ് ഡിവൈഡഡ് എമംഗ് എ ബി സി ആൻഡ് ഡി ഇൻ ദ റേഷ്യോ ഓഫ് 3:4:9:10 റെസ്പെക്റ്റീവ്ലി. ഇഫ് ദ ഷെയർ ഓഫ് സി ഈസ് 2580 മോർ ദാൻ ദ ഷെയർ ഓഫ് ബി, ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി എ ആൻഡ് ഡി ടുഗെദർ. എ ബി സി ആൻഡ് ഡി എന്ന് പറയുന്ന ആളുകളുടെ കയ്യിലുള്ള എമൗണ്ട് ഓഫ് മണീൻ്റെ റേഷ്യോ ആണ് 3:4:9:10 എന്ന് പറയുന്നത്. സിൻ്റെ കയ്യിൽ ബിയുടെ കയ്യിലുള്ളത് എമൗണ്ടിനേക്കാളും 2580 രൂപ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ഡിൻ്റെയും കയ്യിലുള്ള എമൗണ്ട് ഓഫ് മണി ടുഗെദർ അത് രണ്ടും എത്രയാണെന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അതായത് എ ഡി അവർ രണ്ടാളുടെ കയ്യിലുള്ള എമൗണ്ട് ഓഫ് മണി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ റേഷ്യോ നമ്മൾ എഴുതിയെടുക്കുക. അതായത് എ ബി സി ഡി ഇവരുടെ കയ്യിലുള്ള റേഷ്യോ എത്രയാണ്? 3:4:9:10. ദെൻ സിക്ക് ബിയേക്കാളും എത്ര കൂടുതലാണ്? 2580. അതായത് ഡിഫറൻസ് ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. സി മൈനസ് ബി എന്ന് പറയുന്നത്. സിൻ്റെ കയ്യിൽ ബിനേക്കാൾ എത്ര കൂടുതലുണ്ട്? 2580 രൂപ കൂടുതലുണ്ട്. സോ നമുക്ക് അവരുടെ റേഷ്യോ എത്രയെന്ന് നോക്കാം. 4:9 ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9 - 4 എന്ന് പറയുമ്പോൾ 5 ആണ് തമ്മിലുള്ള ഡിഫറൻസ്. സോ 2580 ഇത് അവരുടെ റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് എമൗണ്ട് ഓഫ് മണി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതിൻ്റെ കോമൺ ഫാക്ടർ നമ്മൾ കണ്ടെത്തണം. അതായത് 2580നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടർ കിട്ടും. അതായത് 516. അതായത് 5നെ 516 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 2580 എന്ന് കിട്ടുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എ ആൻഡ് ഡി ടുഗെദർ അവരുടെ കയ്യിലുള്ള എമൗണ്ട് ഓഫ് മണിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ എ പ്ലസ് ഡി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അവരുടെ റേഷ്യോ എത്രയാണ്? എ 3, ദെൻ 3 + 10 ആണ്. ഡീൻ്റെത് 10 ആണ്. ദാറ്റ് ഈസ് 13 ആണ് നമുക്ക് എ പ്ലസ് ഡി എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ എമൗണ്ടാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. സെയിം മെത്തേഡ് തന്നെ ഇൻറ്റു 516 ഈ ഒരു കോമൺ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 6708 എന്ന് പറയുന്നത്. 6708 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെയും ഡിൻ്റെയും കയ്യിലുള്ള എമൗണ്ട് ഓഫ് മണി. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുക. താങ്ക്